ഈ വർഷത്തെ ഹജ്ജിൽ സുരക്ഷാ മേഖലകൾ ഉൾപ്പെടെ പൊതു സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്ത ജോലിക്കാരുടെ എണ്ണം 4,20,000 ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള രേഖകൾ വ്യക്തമാക്കുന്നു. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിലുണ്ടായിരുന്നത് 1.6 ദശലക്ഷം തീർത്ഥാടകരായിരുന്നുവെന്ന് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. തീർത്ഥാടക സേവനത്തിൽ സജീവമായിരുന്നു ജോലിക്കാരെല്ലാം. ഹജ്ജ് ജോലിയിലുണ്ടായ മൊത്തം തൊഴിലാളികളിൽ 92% പുരുഷന്മാരുടെ 8% സ്ത്രീകളുമായിരുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഹജ്ജിൻ്റെ പ്രധാന ചടങ്ങുകൾ നടന്ന പുണ്യസ്ഥലങ്ങളിലെ പുരുഷ വനിതാ വളണ്ടിയർമാരുടെ എണ്ണം 34,500 ആയിരുന്നു. ഹജ്ജ് സീസണിൽ മൊത്തം സേവനം ചെയ്തത് 2.1 ദശലക്ഷം വളണ്ടിയർ മണിക്കൂറുകളായിരുന്നു. ഈ വർഷത്തെ ഹജ്ജിൽ മക്ക റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ ഗുണഭോക്താക്കളുടെ എണ്ണം 3,14,300 ആയിരുന്നു. ഇത് 8 രാജ്യങ്ങളിൽ നിന്നുള്ള മൊത്തം വിദേശ തീർത്ഥാടകരുടെ എണ്ണത്തിൻ്റെ 20.9% പ്രതിനിധീകരിക്കുന്നു. വിദേശത്തു നിന്നെത്തിയ 15 ലക്ഷം ഉൾപ്പെടെ ആകെ തീർത്ഥാടകരുടെ എണ്ണം 1.6 ദശലക്ഷത്തിലധികമായിരുന്നുവെന്ന് അതോറിറ്റി മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ആഭ്യന്തര തീർത്ഥാടകരുടെ എണ്ണം സൗദി പൗരന്മാരും പ്രവാസികളും ഉൾപ്പെടെ 1,01,66,600 ആയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ആഭ്യന്തര അന്തർദേശീയ തീർത്ഥാടകരുടെ ആകെ എണ്ണത്തിൽ പുരുഷ തീർത്ഥാടകരുടെ എണ്ണം 8,77,800 സ്ത്രീ തീർത്ഥാടകരുടെ എണ്ണം 7,95,300 അതോറിറ്റി സൂചിപ്പിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള രേഖകളെ ഉദ്ധരിച്ചാണ് അതോറിറ്റി ഹജ്ജ് സ്റ്റാറ്റിസ്റ്റിക്സ് ബുള്ളറ്റിനായി ആശ്രയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷമായി പിന്തുടർന്നു വരുന്ന സ്ഥിതിവിവര കണക്കുകൾക്ക് അനുസൃതമായി ഡാറ്റ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും പട്ടിക തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.